ഇനി നമ്മളിപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിവാദമാണത്. പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം. അത് പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ഇന്നലെ രമേശ് ചെന്നിത്തലയ്ക്ക് നിയമസഭയിൽ ഉയർത്തുകയും പ്രത്യേകിച്ച് അതിലൊരു വലിയ അഴിമതി ആരോപണം ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ആരോപണങ്ങൾക്കൊക്കെ ഒരു മറുപടി നൽകേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ലഭിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് അതിന് നിയമസഭയിൽ മറുപടി നൽകുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിലെ മറുപടിക്കിടെയായിരിക്കും മുഖ്യമന്ത്രി വിവാദങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുക. കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതിൽ ഗുരുതരമായ അഴിമതി ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം ഭരണപക്ഷം ശ്രദ്ധ ക്ഷണിക്കലായി ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷവും നിയമസഭയിൽ വിഷയം ഉയർത്തിയേക്കും. ഗോപാൽ ശീലാസനലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, ഇന്നിപ്പോൾ സഭയിൽ എന്തൊക്കെ നടന്നാലും നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി ബ്രൂവറിയിൽ മേൽ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുമോ എന്നുള്ള കാര്യമാണ് നോക്കിക്കാണുന്നത്. അതിന് അദ്ദേഹം മറുപടി പറയാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? കാരണം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് നിയമസഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തും അത് ഭരണപക്ഷത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അത്തരമൊരു മറുപടി തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? അതെ ജിൽസി, അത്തരമൊരു മറുപടി നമുക്കിന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. കാരണം പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി വിഷയം അത് വലിയ ആരോപണമായി പ്രതിപക്ഷം കത്തിച്ച് നിർത്താനുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. സഭയ്ക്ക് പുറത്തും അകത്തും ഇത് വിഷയം വിശദമായി ചർച്ചയിൽ നിർത്തണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആ വിഷയം അഴിമതി ആരോപണമായി ഇന്നലെ പ്രതിപക്ഷം അവതരിപ്പിച്ചിരുന്നു. ചട്ടം 285 പ്രകാരം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അഴിമതി ആരോപണം സ്പീക്കർക്ക് എഴുതി നൽകിയത്. ഗുരുതരമായ ആരോപണമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. കാരണം ഏലപ്പുള്ളിയിലെ ഈ വിഷയത്തിൽ തെലങ്കാനയിൽ നിന്നുള്ള പണമടക്കം വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങളൊക്കെയാണ് ഇന്നലെ രമേശ് ചെന്നിത്തല ഇന്നലെ സഭയിൽ ഉയർന്നു വന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. നയപ്രഖ്യാപനത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെയായിരിക്കും ഈ വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രി മറുപടി പറയുക. മുഖ്യമന്ത്രി ഈ പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളാനും പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് മറുപടി പറയാനുമുള്ള സാധ്യതയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. കാരണം മന്ത്രി എം പി രാജേഷ് അടക്കം ഈ വിഷയത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ മറ്റ് ചില വിഷയങ്ങൾ കൂടി ഇന്ന് നിയമസഭയിലേക്ക് എത്തുന്നുണ്ട്. വന്യജീവി അക്രമം ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലായി ഭരണപക്ഷം തന്നെ നിയമസഭയിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഈ വിഷയം ശ്രദ്ധ ക്ഷണിക്കലായി സഭയിലേക്ക് എത്തിക്കും. കൂടാതെ തന്നെ വയനാട് മുണ്ടക്കൈ പുനരധിവാസം, അതിനോടൊപ്പം തന്നെ TP വധക്കേസ് പ്രതികൾക്ക് ജാമ്യം നൽകിയ വിഷയം അടക്കമുള്ള സുപ്രധാന നിർണായക വിഷയങ്ങൾ ഇന്ന് ചോദ്യോത്തര വേളയിലും എത്തുന്നുണ്ട്. അതിനോടൊപ്പം അടിയന്തര പ്രമേയ വിഷയമായി ഇന്ന് മുനമ്പം ഭൂമി പ്രശ്നം എത്തുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുനമ്പത്തെ ജനങ്ങളെ സർക്കാർ വഞ്ചിക്കുന്നു എന്ന് കാട്ടിക്കൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിനുള്ള നോട്ടീസ് നിയമസഭയിൽ നൽകുക. ഈ പ്രമേയ നോട്ടീസിന് അനുമതി നൽകുമോ എന്ന കാര്യവും ഒക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇന്ന് പിരിയുന്ന സഭ പിന്നീട് ഫെബ്രുവരി 7-ാം തീയതി ബജറ്റ് അവതരണത്തിന് വേണ്ടിയായിരിക്കും വീണ്ടും ചേരുക. അത്രയധികം ഒരു ഗ്യാപ്പ് ഇനി ഈ ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ട്. അപ്പോൾ ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ സഭയ്ക്ക് ശേഷമുള്ള ദിവസം സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന ബജറ്റ് ദിവസമായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനം താൽക്കാലികമായി പിരിയുകയാണ്. ഇനിയിപ്പോൾ ബജറ്റിനാണ് നിയമസഭാ സമ്മേളനം, അതായത് ഫെബ്രുവരി 7-നാണ് ഉണ്ടാവുക. അപ്പോൾ അതിനു മുൻപ് തന്നെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് മറുപടി പറയുമ്പോൾ ബ്രൂവറിയിൽ എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത്, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ സംസ്ഥാന സർക്കാർ എങ്ങനെ നേരിടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഏറ്റവും അധികം നോക്കിക്കാണുന്നത്. മാത്രമല്ല ഈ മുനമ്പം ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഗോപാൽ ശീലാസനൽ നൽകുന്നത്.